ഓം നമഃശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ശനിയുടെ പ്രത്യേകതകളും ജാതകത്തിലെ ഗ്രഹനിലയിൽ ശനി ലഗ്നഭാവം മുതൽ 12 ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ജാതകന് അനുഭവമാകുന്ന ഫലങ്ങളും പറയുന്നു. ജ്യോതിഷ വിശ്വാസികളായ ഏവരെയും പുതിയ ഒരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആയുസ്, കുടുംബം, പാശ്ചാത്യ വിദ്യാഭ്യാസം, നീചമായ പ്രവൃത്തികൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ ഇവയുടെ ഒക്കെ കാരകനാണ് ശനി. ശനിയുടെ സ്വക്ഷേത്രങ്ങളായ മകരം, കുംഭം എന്നീ രാശികളിലും ശനിയുടെ ഉച്ചരാശിയായ തുലാം രാശിയും ഒഴിച്ച് ബാക്കി ഏത് രാശിയിൽ നിന്നാലും ശനി ആ ഭാവത്തിന് ദോഷത്തെ ഉണ്ടാക്കുന്ന ഗ്രഹമാണ്. വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ ധനു രാശിയിലും മീനം രാശിയിലും നിൽക്കുമ്പോഴും ശനി അത്ര തന്നെ ദോഷകാരിയുമല്ല. ഈ 5 രാശികളിൽ നിൽക്കുന്ന ശനി ജാതകർക്ക് ദോഷഫലത്തെ പൊതുവെ ചെയ്യുകയില്ല എന്ന് പറയാം. ബാക്കിയുള്ള ഏത് രാശികളിൽ ശനി നിന്നാലും ആ രാശി ജാതകന്റെ ഏത് ഭാവത്തെയാണോ പ്രതിനിധീകരിക്കുന്നത് ആ ഭാവത്തിന് ദോഷത്തെ ചെയ്യുന്നതാണ്. 2, 7, 12 എന്നീ ഭാവാധിപന്മാരോട് ചേർന്ന് ശനി ലഗ്നഭാവത്തിൽ നിന്നാൽ ജാതകന് ചിലപ്പോൾ ജീവഹാനി പോലും സംഭവിച്ചു എന്ന് വരും. മുകളിൽ പറഞ്ഞ 5 രാശികൾ ഒഴിച്ച് ബാക്കി ഏത് രാശിയും ലഗ്നമായി വരികയും അവിടെ ശനി നിൽക്കുകയും ചെയ്താൽ ജാതകൻ മനോബലം ഇല്ലാത്തവനും പൊതുവെ ഒരു മഠയനും ആയിരിക്കുന്നതാണ്. അടുത്തതായി ലഗ്നം തുടങ്ങിയ ഭാവങ്ങളിൽ ശനി നിൽക്കുമ്പോൾ ജാതകർക്ക് അനുഭവമാകുന്ന ഫലങ്ങൾ പറയാം. ലഗ്നഭാവത്തിൽ ശനി നിൽക്കുമ്പോൾ ജനിക്കുന്നവന് തീരെ സൗന്ദര്യമുണ്ടായിരിക്കുകയില്ല. മനസ്സിൽ എപ്പോഴും ഒരു വ്യസനം ഉള്ളവനും ആയിരിക്കും. ജാതകൻ അവനേക്കാൾ പ്രായക്കൂടുതൽ ഉള്ള സ്ത്രീയുടെ ഭർത്താവായിരിക്കുകയും ചെയ്യും. എന്നാൽ തുലാം രാശി ലഗ്നമായി അവിടെ ശനി നിന്നാൽ ജാതകൻ രാജാവിന് തുല്യനായി ജീവിക്കുന്നവനും ആയിരിക്കും. അതുപോലെ ശനിയുടെ തന്നെ സ്വക്ഷേത്രങ്ങളായ മകരം രാശിയോ കുംഭം രാശിയോ ലഗ്നമാകുകയും അവിടെ ശനി നിൽക്കുകയും ചെയ്താൽ ജാതകൻ ഗ്രാമം, പുരം തുടങ്ങിയവയുടെയോ മറ്റ് സംഘടനകളുടെയോ നേതാവായും ജനസമ്മതനായും ഇഷ്ടം പോലെ ധനം ഉള്ളവനും ആയിരിക്കും. വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ ധനു, മീനം എന്നീ രാശികൾ ലഗ്നമാകുകയും അവിടെ ശനി നിൽക്കുകയും ചെയ്താൽ മേൽപ്പറഞ്ഞ ഫലങ്ങൾ കിട്ടുകയില്ല എങ്കിലും അതിനോട് അടുത്ത ഫലം തന്നെ ജാതകന് ലഭിക്കുകയും ചെയ്യും. അടുത്തത് 2ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ജാതകൻ വിദ്യയിൽ പിന്നിൽ നിൽക്കുന്നവൻ ആയിരിക്കും. ഒരു മഠയനും ആയിരിക്കുന്നതാണ്. തൻ്റെ സുഖത്തിനെ മുൻനിർത്തി അവൻ കുടുംബം വിട്ട് വേറെ മാറി താമസിക്കുകയും ചെയ്യും. അവൻ ബന്ധുക്കളുമായും തീരെ രമ്യതയിൽ ആയിരിക്കുകയില്ല. എന്തെങ്കിലും നിസ്സാരമായ കാര്യത്തിനു വേണ്ടി ചിലപ്പോൾ മനസ്സറിയാതെ ശിക്ഷ അനുഭവിക്കേണ്ടതായി വന്നേക്കും. ആവശ്യത്തിന് പണമില്ലാതെ വല്ലാതെ കഷ്ടപ്പെടുന്നവനും പിശുക്കനും ആയിരിക്കുകയും ചെയ്യും. എന്നാലും ധനം ലഭിച്ചുകൊണ്ടുമിരിക്കും. ജാതകന്റെ മുഖത്തോ പല്ലിനോ എന്തെങ്കിലും വികൃതാവസ്ഥയും ഉണ്ടാകുന്നതാണ്. ജാതകൻ ഒരു അന്യദേശവാസിയും ആയിരിക്കും. അടുത്തത് 3ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ജാതകൻ ദീർഘായുസ് ഉള്ളവൻ ആയിരിക്കും.
ബുദ്ധിയും ഉത്കൃഷ്ടതയും സൽസ്വഭാവവും ഉള്ളവനും നല്ല ഭാര്യയെ ലഭിക്കുന്നവനും ധാരാളം സുഖഭോഗ വസ്തുക്കൾ സംഭരിക്കുന്നവനും ഗ്രഹ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും മറ്റും വാങ്ങി സൂക്ഷിക്കുന്നവനും ആയിരിക്കും. എന്നാൽ ഈ ജാതകൻ തൻ്റെ സഹോദരങ്ങൾക്ക് നാശത്തെ ചെയ്യുന്നവൻ ആയിരിക്കും. ധനഭാഗ്യങ്ങൾ ഉണ്ടാകുമെങ്കിലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായതിനു ശേഷം മാത്രമേ ജാതകന് അത് ലഭിക്കുകയുള്ളൂ. അടുത്തത് 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ജാതകൻ പൂർവികമായ സ്വത്തുവകകൾ നശിച്ച് പോയത് കാരണം അവ ലഭിക്കാത്തവൻ ആയിരിക്കും. പൂർവികരുടെ സമ്പാദ്യങ്ങൾ ഒന്നും തന്നെ അവന് ലഭിക്കുകയില്ല. ജനിച്ച വീടും നാടും ദേശവും ഒക്കെ വിട്ട് ദൂരെ മാറി താമസിക്കുന്നവനും ആയിരിക്കും. ജാതകന് മാതൃസുഖം തീരെ ലഭിച്ചു എന്ന് വരികയില്ല. അവൻ്റെ വിദ്യാഭ്യാസം പാതി വഴിയിൽ മുടങ്ങുകയും ചെയ്യും. മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്നവനും ഒരു ഹൃദയരോഗിയും ആയിരിക്കും. എന്തെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാലും ഒരിക്കലും ഒരു സുഖം അവന് കിട്ടുകയുമില്ല. ധനവും ഗ്രഹവും ഏതെങ്കിലും കാരണവശാൽ ഉണ്ടായാൽ തന്നെയും അനുഭവം കൊണ്ട് ഇല്ലാത്തവനെ പോലെ തന്നെ ആയിരിക്കുകയും ചെയ്യും. അടുത്തത് ശനി 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ജാതകൻ പുത്രന്മാർ ഇല്ലാത്തതിനാലോ അഥവാ പുത്രന്മാർ ഉണ്ടായതിനു ശേഷം അവർ നശിച്ചു പോയത് നിമിത്തമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ശല്യം നിമിത്തമോ ദുഃഖം അനുഭവിക്കുന്നവൻ ആയിരിക്കും. ജാതകൻ ബന്ധുക്കളുമായി കലഹിച്ചുകൊണ്ടിരിക്കുന്നവനും ആയിരിക്കും. അവന് ഐശ്വര്യം വന്നും പോയും ഇരിക്കുന്നവനും വയറിന് എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കുമെങ്കിലും ദീർഘായുസിന് കുറവൊന്നും ജാതകന് സംഭവിക്കുകയുമില്ല. ഈ ജാതകന് അന്യരെ സദാ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഉള്ളവനായിരിക്കും. അടുത്തത് 6-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ജാതകൻ ശത്രുക്കളിൽ നിന്നോ സർക്കാരിൽ നിന്നോ കള്ളന്മാരിൽ നിന്നോ യാതൊരുവിധ ശല്യങ്ങളും അവന് ഒരിക്കലും ഉണ്ടാകുകയില്ല. അവൻ ശത്രുക്കളെ ജയിക്കുന്നവനും സുഖവും സുഭഗതയും ഉള്ളവനും ആയിരിക്കും. അവൻ ധാരാളം ധനവും പ്രഭുത്വവും ലഭിക്കുന്നവനും ദീർഘായുസുള്ളവനും തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും വിജയം വരിക്കുന്നവനും ധാരാളം ഭക്ഷിക്കുന്നവനും ആയിരിക്കും. അടുത്തത് 7-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ജാതകൻ ഭാര്യാസംബന്ധമായി ക്ലേശം അനുഭവിക്കുന്നവൻ ആയിരിക്കും. എന്തെങ്കിലും രോഗമോ വൈകല്യങ്ങളോ അവൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരിക്കുകയും ചെയ്യും. ചിലപ്പോൾ പ്രസവിക്കാത്തവളും ആയിരിക്കും. എന്നാൽ ഈ 7-ാം ഭാവം ശനിയുടെ സ്വക്ഷേത്രങ്ങളായ മകരമോ കുംഭമോ ഉച്ചക്ഷേത്രമായ തുലാം രാശിയോ ആയിരുന്നാൽ ജാതകന് നല്ല സ്വഭാവഗുണമുള്ള ഭാര്യയെ ലഭിക്കും. ഈ രാശികളിൽ അല്ലാതെ 7-ാമിടത്ത് ശനി നിൽക്കുന്ന ജാതകന് നല്ല ഭാര്യയെ കിട്ടുകയില്ല. അവൾക്ക് ആയുസ്സും ആരോഗ്യവും ഉണ്ടായിരിക്കുകയും ഇല്ല. ചിലപ്പോൾ സ്വഭാവദൂഷ്യം ഉള്ളവളും ആയിരിക്കും. അടുത്തത് അഷ്ടമഭാവത്തിൽ അതായത് 8-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ജാതകൻ ആരോഗ്യമില്ലാത്തവനും ദീർഘായുസില്ലാത്തവനും വലിയ കോപമുള്ളവനും ആയിരിക്കും. ഈ ജാതകൻ വ്യാജ പ്രവൃത്തികളെ കണ്ടെത്താൻ അസാമാന്യമായ കഴിവുകൾ ഉള്ളവനും ജോലി പോലീസിലാണെങ്കിൽ വളരെ നന്നായി ജോലിയിൽ തിളങ്ങുന്നവനും ആയിരിക്കും. എന്നാൽ അഷ്ടമത്തിലായി ശനി നിൽക്കുന്നത് തൻ്റെ സ്വക്ഷേത്രമായ മകരം കുംഭം എന്നീ രാശികളിലോ ഉച്ചക്ഷേത്രമായ തുലാം രാശിയിലോ ആണെങ്കിൽ ജാതകൻ ദീർഘായുസുള്ളവനായിരിക്കും. ഇപ്പോൾ പറഞ്ഞ ക്ഷേത്രബലങ്ങൾ ഇല്ലെങ്കിൽ പോലും അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ദീർഘായുസ് നൽകുമെന്ന പക്ഷക്കാരും ആചാര്യന്മാർക്കിടയിൽ ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം അറിയാനുള്ളത്, അഷ്ടമത്തിൽ ശനി തനിച്ച് നിന്നാൽ മാത്രമേ ശനിയെ കൊണ്ടുള്ള ഈ പ്രയോജനം ജാതകന് കിട്ടുകയുള്ളൂ.
ഏതെങ്കിലും ഒരു പാപഗ്രഹം അഷ്ടമത്തിൽ ശനിയുമായി യോഗം ചേരുകയോ ശനിയെ ദൃഷ്ടി ചെയ്യുകയോ ചെയ്താൽ ശനി വലിയ പാപനായി മാറുകയും ജാതകന് വളരെയേറെ ദുരിതങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യും. അടുത്തത് 9-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ജാതകൻ പുത്രന്മാർ ഇല്ലാത്തവനോ പുത്രനാശവും ധനനാശവും അനുഭവിക്കുന്നവനോ ആയിരിക്കും. അവൻ മഹാപാപിയാണെന്ന് മറ്റുള്ളവർ പരിഹസിക്കുകയും ചെയ്യും. ജാതകൻ ഭാര്യാസുഖം ഇല്ലാത്തവനും ഒന്നിനും കഴിവില്ലാത്തവനും ആയിരിക്കുന്നതാണ്. എന്നാൽ ഈ ജാതകൻ വളരെ ദയ ഉള്ളവനും ഒടുവിൽ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് നടക്കുകയും ചെയ്യും. അടുത്തത് 10-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ജാതകൻ സ്വയാർജിതമായ ധനം ഉള്ളവൻ ആയിരിക്കും. വിദ്വത്വം, ബുദ്ധിശക്തി, ധനം, യശസ് ഇവയോട് കൂടിയവനും ആയിരിക്കുന്നതാണ്. ഈ ജാതകൻ നല്ല കർമ്മപുഷ്ടി അഥവാ തൊഴിൽ വൈദഗ്ധ്യവും ഉള്ളവനായിരിക്കും. ഒരു സ്ഥാപനത്തിൻ്റെയോ സംഘത്തിൻ്റെയോ നേതാവോ പ്രമാണിയോ ഒക്കെ ആയിരിക്കുകയും ചെയ്യും. എന്നാൽ ജാതകന്റെ ഐശ്വര്യം സ്ഥിരമായിരിക്കുകയില്ല. ഈ ജാതകന്റെ കൃഷിഭൂമിയും കൃഷിയും ഒക്കെ ഇല്ലാതാകുകയും എന്നാലും ധനവും പ്രതാപവും ഒക്കെ വേണ്ടുവോളം ലഭിച്ചുകൊണ്ടിരിക്കുന്നവനും ആയിരിക്കും. ജാതകൻ എവിടെയും ബഹുമാനിക്കപ്പെടുന്നവനും സുഖമുള്ളവനും ആർക്കും തീരെ വഴങ്ങിക്കൊടുക്കാത്ത സ്വതന്ത്രശീലനും ആയിരിക്കും. മാതാപിതാക്കളെ അനുസരിക്കാത്തവനും അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്നവനോ ആയിരിക്കും. 10-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ഒരു ശുഭഗ്രഹ ദൃഷ്ടിയോ യോഗമോ ഒന്നും ഇല്ലാതെയാണെങ്കിൽ ജാതകൻ നീചമായ പ്രവൃത്തികൾ ഒരു മടിയും കൂടാതെ ചെയ്യുന്നവനും ആയിരിക്കും. കൃഷിത്തൊഴിലും ദാസ്യവേലയും 10-ാമിടത്തെ ശനിയുടെ ഫലങ്ങളാണ്. ശുഭഗ്രഹ ദൃഷ്ടിയോടുകൂടിയോ ശുഭഗ്രഹ യോഗത്തോടു കൂടിയോ 10-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി യോഗകാരകനാണ്. അടുത്തത് 11-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ജാതകൻ ദീർഘായുസ്സിന് ഉടമയാണ്. അവൻ ഏത് കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയാലും ഒരിക്കലും പിന്മാറുകയില്ല. അവൻ വളരെ ധനം ലഭിക്കുന്നവനും വളരെ വലിയ ഭാഗ്യവാനും ആയിരിക്കും. ആ സമ്പത്ത് വളരെ ഉറപ്പുള്ളതുമായിരിക്കും. ഈ ജാതകൻ സർക്കാർ ജോലിക്ക് അർഹത ഉള്ളവനും വളരെ ഉയർന്ന നിലയിൽ ജീവിതം നയിക്കുന്നവനും വളരെ വലിയ ഈശ്വരഭക്തനും ആയിരിക്കും. അവന് രോഗം വന്നാൽ പോലും വളരെ പെട്ടെന്ന് ശമിക്കുകയും ചെയ്യും. അടുത്തത് 12-ാം ഭാവത്തിൽ ശനി നിൽക്കുന്ന ജാതകൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവനും എല്ലായിടത്തും തോൽവിയും നിസ്സഹായതയും അനുഭവപ്പെടുന്നവനും അലഞ്ഞു നടക്കേണ്ടി വരുന്നവനും അന്യദേശവാസിയും നയനരോഗം ഉള്ളവനും ഒരു ഭീരുവും ആയിരിക്കും. അവന്റെ ജീവിതം ആകെ തകരാറിലും ആയിരിക്കും. 12-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ഒരു പാപഗ്രഹത്തോട് ചേർന്നാണെങ്കിൽ ശനിയുടെ ദശാകാലത്ത് ജാതകൻ ജയിൽവാസം പോലും അനുഭവിക്കുവാൻ ഇടയുണ്ടാകുന്നതാണ്. ചിലപ്പോൾ കാലിനോ മറ്റ് ഏതെങ്കിലും അവയവത്തിനോ വൈകല്യം സംഭവിക്കാനും സാധ്യതയുണ്ട്. ശനിയുടെ ഭാവഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ പ്രത്യേകം മനസ്സിൽ വയ്ക്കാനുള്ളത് ശനി ലഗ്നാധിപനോ സ്വക്ഷേത്രങ്ങളായ മകരം, കുംഭം എന്നീ രാശികളിലോ ഉച്ചക്ഷേത്രമായ തുലാം രാശിയിലോ സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ജാതകന് ദോഷഫലം ഒന്നും തന്നെ അനുഭവം ആകുകയില്ല. നേരെ മറിച്ച് ആ ശനി ജാതകന് ഗുണഫലങ്ങൾ ധാരാളം പ്രദാനം ചെയ്യുന്ന ഗ്രഹവും ആയിരിക്കും. ശനിയുടെ പ്രത്യേകതകളും ഭാവഫലങ്ങളും ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹപ്പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9605232894 എന്ന
ഫോൺ നമ്പറിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.